അപ്പോൾ ഫൈനലി നമ്മുടെ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ട അടിപൊളി എള്ളുണ്ട നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് എള്ളുണ്ട ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഡയറ്റിംഗ് ഒക്കെയാണ്. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നമ്മൾ ചായയുടെ കൂടെ എന്തെങ്കിലും നമുക്ക് കഴിക്കണം. അപ്പം ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിങ്ങിൽ യാതൊരു പ്രയോജനവും ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എള്ളും കൊണ്ട് ഇങ്ങനെ എള്ളുണ്ട ഉണ്ടാക്കി. അപ്പം ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ട്രൈ ചെയ്തുകൂടാ. അപ്പം ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പം കുറച്ച് എള്ളും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പം ആവശ്യമായിട്ട് വേണ്ടുന്ന സാധനം മെയിനായിട്ട് വേണ്ടുന്ന എള്ളാണ്. പിന്നെ നമ്മൾ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്, ചിയാ സീഡുണ്ട്, കുറച്ച് ഏലക്കപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശർക്കര ഉണ്ട എടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടി. അതുപോലെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. വാൾനട്ടും ഞാൻ ഗ്രേപ്പുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശർക്കര നമ്മൾ കലക്കി ഇത് വെച്ചിട്ടുണ്ട്. അതിനി ഉരുക്കിയെടുക്കണം. ശർക്കര ഇനി ഉരുക്കിയെടുക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പോഴത്തേക്കിനും നമുക്ക് എള്ളും ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഒന്ന് വറുത്തും കൂടി എടുക്കാം. അടുത്ത പാനും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ഞാൻ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് മേടിച്ചത്. അതിൻ്റെ 250 ഗ്രാം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി എല്ലാം സൂപ്പറാണെന്ന് അറിയുമ്പം ബാക്കി പിന്നെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കുന്നിടം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചിയാ സീഡും ഫ്ലാക്സ് സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയാണ് ഞാനിപ്പോൾ ഇനി വറുത്തെടുക്കാൻ പോകുന്നത്. ഇവിടെയാണെങ്കിൽ ഞാൻ ശർക്കര വെച്ചിട്ടുണ്ട്, അത് പാനിയാക്കാൻ വേണ്ടി. അപ്പോൾ 2 ബർണറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരുപോലെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന്. അപ്പം നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം എള്ള് ഒരുമാതിരി നല്ല രീതിയിൽ മൂത്ത് നമുക്കൊരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. വറുത്തെടുത്തതായ എള്ള്, പിന്നെ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ് എല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നട്ട്സുകളൊന്ന് വറുത്തെടുക്കാം. ഗൈസ്, ഞാൻ നോക്കിയപ്പം എൻ്റെ കയ്യിൽ നെയ്യ് തീർന്നു പോയി. അപ്പം ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നല്ല രീതിയിലൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എള്ളുണ്ട നമ്മൾ കടിക്കുമ്പോൾ നല്ല ഒരു നട്ട്സിൻ്റെയൊക്കെ ഒരു രുചിയും അപ്പോൾ ഒരു കടിക്കാനൊക്കെ ഒന്ന് നമുക്ക് കിട്ടും. അപ്പം കുറച്ച് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ നട്ട്സുകൾ ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വറുത്താൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഇരുന്ന് കുറച്ചുകൂടെ ആ നട്ട്സൊക്കെ ഒന്ന് ആയി വരട്ടെ. അപ്പം നമ്മുടെ ഈ ശർക്കര പാനി ഒരു സിറപ്പ് രൂപത്തിലായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. സ്ഥലത്തൊന്നും പോകാതെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എള്ളിൻ്റെ ആ മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആറാൻ വെക്കണം. നല്ല രീതിയിൽ വീണ്ടും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആറാൻ വെച്ചതിന് ശേഷം, നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഉണ്ട പിടിക്കാം. ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം.
നല്ല ശർക്കരയുടെ ഒരിതൊക്കെ ഉണ്ട് ഗൈസ്. കൈ നന്നായിട്ട് നനച്ചിട്ട് വേണം ഗൈസ് ഇത് നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ പണി പാടും ഗൈസ്. ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ട അടിപൊളി എള്ളുണ്ട നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഈസി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്നാക്സ് വൈകുന്നേരമൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു എള്ളുണ്ടയാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കര കൊതി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എള്ളുണ്ട എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകണം. നമ്മളിപ്പോൾ ഉരുട്ടിയെടുത്തതേ ഉള്ളൂ. കുറച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിന് ഇത് കട്ടിയായി വരും. അപ്പം ഞാനൊരു ചെറിയ ഒരെണ്ണം എടുക്കാം. ഓക്കെ, ഒരെണ്ണം എടുത്തു നമുക്ക് കഴിച്ചു നോക്കാം. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല, നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.